സംവാദത്തിന് വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ്. ഇലക്ഷൻ മറ്റൊരു തീപ്പൊരി തലത്തിലേക്ക് പടരുമ്പോൾ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ പോസ്റ്റ് ഇടുന്നവരും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരും അദ്ദേഹത്തെപ്പോലെ ഒരു മനുഷ്യൻ്റെ വലിപ്പവും അദ്ദേഹത്തിൻ്റെ പരിമിതിയും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ പരിഗണിച്ചു വേണം ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രതികരണത്തെ കൊണ്ടെത്തിക്കാൻ എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അതിനെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം ആ പോസ്റ്റിൽ നവകേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ്. എന്നാൽ ഇനി ഇതിൽ സംവാദമായാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. എന്നിട്ട് LDFിൻ്റെ റിപ്പോർട്ട് കാർഡ്, നവകേരളത്തിൻ്റെ നട്ടെല്ലായ 10 വർഷങ്ങൾ എന്ന് പറഞ്ഞ് ജൂൺ 1 റെഡി, ഐഡിയകളെല്ലാം സ്റ്റാർട്ടായി, ക്ലീൻ സ്ലേറ്റ്, ഒപ്പം അവർക്കൊപ്പം ജീവാമൃതം, മറുകര തൊട്ട്, സാധ്യമാണെല്ലാം, പറന്നുയരാൻ പഠിക്കാം, വിശ്വസിക്കാൻ കൂടെയുണ്ട്, ഭൂമി അവകാശികൾക്ക് ജോലിയായി, ഓടി നേടി, ഹെൽത്തിയാണ് കേരളം, റോഡെല്ലാം റെഡിയായി, ലോകം വിരുന്നു വന്നു, അവറുള്ള കേരളം, ലൈഫുണ്ട് എല്ലാവർക്കും, മുടങ്ങാതെ ക്ഷേമം, അന്നം കിട്ടാത്തവരില്ല, കടലെടുക്കാത്ത ഉറപ്പ്, 1000 രൂപ കൂടി, നമ്മളൊന്നായി തുടർന്ന കാലം, വളരുന്നു പടരുന്നു, ദുരന്തബാധിതർക്ക് കാവലായി, കർഷകർക്ക് താങ്ങായി, ഹിറ്റായി IT കയറ്റുമതി, ജീവനക്കാർക്ക് തണലായി, കടമ്പകളില്ല കരിയറിലേക്ക് കുതിക്കാം, കൈവിടില്ല കേരളം, 1 1 10, കടൽ കടന്നെത്തും കരുതൽ, ധനകാര്യം പര്യാപ്തം, സ്മാർട്ടായി സേവനങ്ങൾ, മുഖ്യമന്ത്രി എന്നോടൊപ്പം, തലയുയർത്തി ജീവിക്കാം, മികവിൻ്റെ കേന്ദ്രങ്ങൾ ഇരട്ടിയായി. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അതിന് VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഈ സംവാദത്തിന് തയ്യാറാണ് എന്നല്ലെങ്കിൽ ഉണ്ടോ എന്ന് വെല്ലുവിളിച്ചതിനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, സംവാദത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാം. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാനെത്തും, ബാക്കി ജനം തീരുമാനിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഫേസിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്ക് നേരെ എത്തുന്നൊരു സ്ഥിതിവിശേഷം. ഇതൊരു സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡാണ്. 10 വർഷം കൊണ്ട് അഭിമാനകരമായി സർക്കാർ നേടിയെന്ന് അവകാശപ്പെടുന്നതാണ്. മറുവശത്ത് ഇതിനെ വെല്ലുവിളിച്ച് ഇതിൽ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും മറുവാദങ്ങൾ പറയാനും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒറിജിനൽ അല്ല, ഇതിലൊരുപാട് ന്യൂനതകളുണ്ട് എന്നുള്ള ഒരു സംവാദവുമായിരിക്കും VD സതീശൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിതിൽ പറയാനുള്ളത് വേറൊന്നുമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുമുന്നണിയെ നയിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി, അദ്ദേഹം വളരെ സീനിയർ ആളാണ്, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. എന്നാണ്ടൊരു അരനൂറ്റാണ്ടോളം എങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളുള്ള ഒരു പശ്ചാത്തലവും അതിൻ്റെ കരുത്തുമൊക്കെയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ ആരെങ്കിലുമൊക്കെ ഇതുപോലെ തയ്യാറാക്കിയിടുന്ന വെല്ലുവിളി പോസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു കപ്പിനകത്ത് മൂൺ ടു ബാക്ക് ടു മൂൺ ആൻഡ് ബാക്ക് ടു മൂൺ ആൻഡ് മൂൺ എന്നൊന്നും പറയുന്നൊരു അടിക്കുറിപ്പ് ആവശ്യമില്ലാത്ത ഒരാളാണ്. നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരാളായി ഈ പിണറായി വിജയൻ സഖാവിനെ പോലെ ഒരാളിനെ സൃഷ്ടിച്ചെടുക്കാൻ അങ്ങനെ നിന്നു കൊടുക്കരുത്. അത് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരും അറിയാവുന്നവരും അത്തരം വേലകളിൽ നിൽക്കേണ്ട ഒരാളല്ല ഈ മുഖ്യമന്ത്രി എന്ന്, അല്ലെങ്കിൽ ഇതിനെ നയിക്കുന്ന ആളെന്നുള്ള ഒരു സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ അടയാളപ്പെടുത്തലിനെ ഇങ്ങനെ ഇപ്പോഴത്തെ PR കാലത്തെ PR വർക്കുകളുടെ ഒരു സംഗതിയായി മാറ്റേണ്ടതില്ല എന്നതാണ് സ്ഥിതിവിശേഷം. അത് അത്തരം കാര്യങ്ങളെ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യപ്പെടുന്നവർ അതിലുണ്ടാകേണ്ടതാണ്. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ, ഒരുപാട് ചാനലുകൾക്ക് അഭിമുഖങ്ങൾ കൊടുത്തു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ അഭിമുഖങ്ങൾ ഹാൻഡിൽ ചെയ്തു. അതൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും പത്രസമ്മേളനങ്ങൾ എന്ന പേരിൽ നടത്തുന്നിടത്തൊക്കെയും വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതൊക്കെ പൊളിറ്റിക്കലി വളരെ നെഗറ്റീവായ നറേറ്റീവുകളും സംഗതികളുമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ഒരുപക്ഷെ ഈ പറയുന്ന വളരെ അടിസ്ഥാനപരമായ വികാരികളായ ആളുകളൊക്കെ അതിനെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നെങ്കിലും ഇതൊക്കെയും അവസാനം ചെന്ന് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്കാണ് ഇപ്പോൾ ഇലക്ഷനോട് അടുക്കുന്ന മണിക്കൂറുകളിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കൊല്ലം വാർത്താ സമ്മേളനം കാണാം, അതിൻ്റെ പ്രസക്ത ഭാഗം.
ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രധാനം. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി ഇഷ്ടമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്? നിങ്ങളെല്ലാവരും കേട്ടിരിക്കില്ലേ? നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാനും പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയതേ ഉള്ളൂ. അപ്പൊ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇതൊക്കെ സവിശേഷമായ കേരള കാഴ്ചകളാണ്. ഇങ്ങനെയൊന്നും ഒരു ഇലക്ഷൻ കാലത്ത് കാണാത്തതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിലുണ്ടെല്ലാം.